Hi guys, ബ്രെയിൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡ്രോണിനെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡ്രോണാണ്. ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും നമുക്ക് ക്വാഡ്കോപ്റ്റർ എന്ന് തന്നെ പറയാം. അപ്പോൾ 3-in-1 ക്വാഡ്കോപ്റ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. JJRC TERZETTO എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് നമ്മൾ മേടിച്ചിട്ട് കുറേ അധികം നാളായി. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസത്തിന് മുമ്പായിട്ട് നമ്മൾ മേടിച്ചതാണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു RC കളക്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മേടിച്ചതാണ്. പക്ഷെ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായില്ല. 3-4 കാരണങ്ങളുണ്ടായി. 3-4 എന്ന് പറയണ്ട, ഒരു 1-2 കാരണങ്ങളായിട്ട് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിച്ചത് ബാംഗ്കൂഡിൽ നിന്നായിരുന്നു. ഇപ്പോൾ ബാംഗ്കൂഡിൽ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സാധനം വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തോളമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അതോടുകൂടി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ബാംഗ്കൂഡിൽ രണ്ടാമത് ഷിപ്പിംഗ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഇടാം, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇടാം, അപ്പോൾ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇത്രയും നാളായിട്ട് ഇപ്പോഴും ബാംഗ്കൂഡിൽ നിന്ന് ഷിപ്പിംഗ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അലിഎക്സ്പ്രസിൻ്റെ കേസിൽ നമുക്ക് പറഞ്ഞായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഎക്സ്പ്രസിൽ ഒരു ഓൾട്ടർനേറ്റീവ് ലിങ്ക് ഇടാം. അങ്ങനെ ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഇത് പറഞ്ഞ് കളയുന്നില്ല, ടൈം കളയുന്നില്ല. അപ്പോൾ ഇതൊരു 3-in-1 ഡ്രോണാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ തറയിലൂടെ സ്മൂത്ത് സർഫസിൽ കൂടെ നമുക്ക് ഒരു ചെറിയൊരു ഓവർ ക്രാഫ്റ്റ് ഒക്കെ പോലെ ഓടിക്കാൻ പറ്റും, സ്മൂത്ത് സർഫസിൽ കൂടെ. അതല്ലാതെ നമുക്ക് വെള്ളത്തിൽ നമുക്ക് ബോട്ടായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തൊരു കേസ് ഉണ്ട്. ഈ കാണുന്ന ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടു, കാണാൻ പറ്റിയില്ലെങ്കിൽ കാണിച്ചു തരാം. ഈ താഴെയുള്ളത് ഒരു ബേസാണ്. അതിൽ നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു ചെറിയൊരു ക്വാഡ്കോപ്റ്റർ പോലെ നമുക്ക് അതിനെ പറത്താനും പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1,400, 1,600, 700 സംതിങ്ങിൻ്റെ ഇടയിലാണ്. റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പോയി നോക്കിയതിന് ശേഷമേ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ. സോ അതെപ്പോഴും നോക്കുക. കാര്യം ഞാനൊരു ചിലപ്പോൾ വീഡിയോയിൽ പറയുന്ന റേറ്റ് ആയിരിക്കണമെന്നില്ല, പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ചെറിയൊരു ക്വിക്ക് വീഡിയോ നമുക്കൊന്ന് പറത്തി നോക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാരണമാണ് പറയാം ഈ വീഡിയോ ചെയ്യാതെ ഇത്രയും നീട്ടി വെച്ചതിൻ്റെ ഒരു കാരണം വേറെ ഒന്നുമല്ല. നമുക്ക് ബോട്ട് മോഡ് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഇതിലുള്ള ഒരു വെള്ളം ഇതിലൊക്കെ ഒരു ഇത്തിരിയെങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റിയൊരു വെള്ളം വേണം. ബക്കറ്റ് വെള്ളത്തിട്ട് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടും കൂടെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു ഡിലേ ആക്കി വെച്ചത്. പക്ഷേ ഇതിലും കൂടുതൽ ഡിലേ ആക്കിയിട്ട് കാര്യമില്ല. ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ലിഥിയം പോളിമറിൻ്റെ ഒരു ബാറ്ററിയാണ്. ബാറ്ററി ചിലപ്പോൾ വീക്കായി പോകും. അപ്പോൾ അത്ര നാൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി വീക്കായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റ് ടൈമിൻ്റെ കാര്യം പറയും, എന്തായാലും ബാറ്ററി കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഏകദേശം ഒരു 4 to 5 മിനിറ്റിൻ്റെ ഇടയിൽ ഫ്ലൈറ്റ് ടൈം കിട്ടുള്ളൂ. സിംഗിൾ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡ്രോൺ മേടിക്കാൻ നേരത്തെ തന്നെ നമുക്ക് 3-4 ബാറ്ററി ഓപ്ഷൻസ് ചോദിക്കാം. 1, 2, 3 അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അത് ബാംഗ്കൂഡിൽ ഉണ്ടായിരുന്നു. എന്തായാലും അലിഎക്സ്പ്രസിലും കാണാതിരിക്കില്ല. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വന്നില്ല. നോർമലി ഡ്രോൺ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഓർഡർ ചെയ്യും കസ്റ്റംസിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ഇതിൻ്റെ കേസിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള ചെറിയ ഡ്രോണുകൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നമില്ല. ക്യാമറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ഡ്രോണുകളാണെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എനിക്കെന്തായാലും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ഡിലേ എടുക്കുന്നില്ല. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് പറത്തിയൊക്കെ നോക്കി വീഡിയോ മാക്സിമം ഒന്ന് ഷോർട്ട് ആക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. സോ നമുക്ക് ബോക്സ് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബോക്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. സോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡ്രോണിന് തുറന്നെടുക്കാം. സോ ഇതിൻ്റെ ഞാൻ പറഞ്ഞു കോമൺ ആയിട്ടൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല ഫീച്ചേഴ്സൊന്നും. നമുക്ക് ഡ്രോൺ എടുത്തതിന് ശേഷം നമുക്ക് എല്ലാം പറയാം. ആദ്യം അൺബോക്സിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് കഥയിലേക്ക് പോകാം. സോ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു കണ്ടോ ഒരു പ്ലാസ്റ്റിക് കേസ് പോലെ തന്നെയുണ്ട്, ഒരു ചെറിയൊരു കേസ് പോലെ തന്നെ. അതിനകത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഇരുന്നോളും. അത്യാവശ്യം നല്ല പൊടിയൊക്കെ നോക്കിയില്ല, കുറച്ചായി തുറന്നിട്ട്, അതുകൊണ്ട് തന്നെ. ഓക്കെ ഗായ്സ്, സോ അങ്ങനെയാണ് ബോക്സ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബോക്സ് എടുത്ത് മാറ്റി ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വരുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇംഗ്ലീഷാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ തന്നെയാണ് ഫുള്ള് മാനുവൽ ഉള്ളത്. നമുക്ക് കൺട്രോളറിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് എന്നുള്ളത്. സോ അതിൽ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഡ്രോണിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെയും തുടരാം. അപ്പോൾ വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചാർജിങ്ങും പിന്നെ അതിൻ്റെ സ്പെയർ പ്രോപ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ ഡ്രോണിന് തന്നെയാണ്. ഡ്രോണിൻ്റെ ആ കേസും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ബോട്ടം പാർട്ട്. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോട്ടായിട്ടും നമ്മുടെ ഗ്രൗണ്ട് വെഹിക്കിളിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം. അതുപോലെ തന്നെ വരുന്ന പിന്നെ ഒരു കൺട്രോളറുണ്ട്, റിമോട്ട് കൺട്രോളറും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒന്നും വരുന്നത്.
വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നും ആക്സറീസ് ഒന്നും ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. അപ്പോൾ പിന്നെ ഡ്രോണിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് വരാം. ഡ്രോണിലാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ചെയ്യുന്നത്. കാര്യം ഇത് കണ്ടറിയാം ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ. അത് പറത്താൻ നേരത്ത് നമുക്ക് ഇങ്ങനെ മടക്കി നേരെയാക്കി വെക്കണം. നേരെയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ കേസിലേക്ക് വെക്കാൻ നേരത്താണ് നമ്മൾ ഇതിനെ ഒന്ന് പൊക്കത്തേക്ക് വെറുതെ ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ചെറിയതായിട്ടൊന്ന് ഫിക്സ് ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് ബോട്ടായിട്ടും ഗ്രൗണ്ട് മോഡിലും ഓടിക്കാം. അങ്ങനെ രണ്ട് ബോട്ടായിട്ടും ഗ്രൗണ്ട് മോഡിലും പോകുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരാൻ പറ്റില്ല. ഫ്രണ്ടിലേക്കും സൈഡിലേക്കും മാത്രമേ നമുക്ക് തിരിക്കാനും ഫോർവേഡ് തിരിക്കാനും മാത്രമേ പറ്റുള്ളൂ, പുറകിലേക്ക് വരില്ല. അതാണ് ഇവർ പറയുന്നത്. സോ എന്തായാലും മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഡ്രോണായിട്ട് തന്നെ തൽക്കാലം ഇരിക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമുക്ക് ബാറ്ററി വരുന്നത്. അപ്പോൾ 200 mAh ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാമ്പോൾ കണ്ടോ, 200 mAh JJRC അവരുടെ ബ്രാൻഡിങ് ഉള്ള ബാറ്ററി തന്നെയാണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോളറിലേക്ക് വരാം. അപ്പോൾ കൺട്രോളറിൽ നമുക്ക് AA ബാറ്ററിയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് ഞാൻ ബാറ്ററി ഇടാൻ വേണ്ടി പോയതാണ്. സോ നമുക്ക് എന്തായാലും AA ബാറ്ററീസ് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് പ്രശ്നം വരില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പവറും ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. സോ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. കൂടുതൽ ഇനി അൺബോക്സിങ് ഡിലേ അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് നിൽപ്പുണ്ട്. ഒരു ഇത്തിരി വെയിലും വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമുക്കൊന്ന് കൺട്രോളറിനെ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയൊരു കൺട്രോളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ കൺട്രോളറിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളിലും ഒക്കെ കുറേ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൺട്രോളറിൻ്റെ എടുത്ത് കൈ പിടിച്ചത്. സോ ആദ്യമേ തന്നെ നമുക്ക് ഈ ബട്ടൺ കൺട്രോൾ ജോയ്സ്റ്റിക്കുകളിൽ നിന്ന് തന്നെ വരാം. ഇത് നമുക്ക് ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഡയറക്ഷനുമാണ്. ഫ്രണ്ടും ബാക്കും ലെഫ്റ്റും റൈറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷനാണ് ഇത് ത്രോട്ടിലും അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് വായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഇങ്ങനെ ഇതാവും. തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ത്രോട്ടിൽ തന്നെ ലെഫ്റ്റും റൈറ്റും ഉള്ളത്. സോ അതാണ് നമ്മുടെ ബേസിക് കൺട്രോൾ. പിന്നെയുള്ള 2 കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതിലുള്ളത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്. 2 സ്പീഡ് മോഡാണുള്ളത്. ഒന്ന് ലോവും ഒരെണ്ണം ഹൈയും. അപ്പോൾ ലോയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീപ്പ് കേൾക്കും. ഹൈയിലാണെന്നുണ്ടെങ്കിൽ 2 ബീപ്പായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്പ് ബട്ടണാണ് ഇത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു പ്രാവശ്യം നക്കി കഴിഞ്ഞിട്ടും നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ ആ ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒരു 360 ഡിഗ്രി ഫ്ലിപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ നേരത്ത് നമുക്ക് തന്നിരിക്കുന്ന ചാർജർ വെച്ച് ഏകദേശം ഒരു മണിക്കൂറെടുത്ത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ അത് ചാർജ് ആയി കഴിഞ്ഞാൽ ആ ചാർജറിൽ ഒരു റെഡ് ലൈറ്റ് കത്തും. ചാർജിങ് ടൈമിൽ ഉണ്ടാവില്ല. ഫുൾ ചാർജ് ആകുമ്പോൾ ഒരു റെഡ് ലൈറ്റ് ആ ചാർജറിൽ കത്തും. നമ്മുടെ നോർമൽ USB ചാർജർ പോലെ തന്നെയാണ്, കേബിൾ പോലെ തന്നെയാണ് വരുന്നത്. ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തി നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലുള്ള ബാറ്ററി ഇതിൻ്റെ താഴേക്ക് ഇടാൻ പറ്റും. അത് നമുക്ക് ഇടുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യാനൊരു പോയിന്റ് ഉണ്ട്. അതിലേക്ക് വെറുതെ ബാറ്ററി ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ ഡ്രോൺ ഓൺ ആവും. ഡ്രോൺ ഓണാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 LED ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും, കണ്ടോ. അപ്പോൾ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ റിമോട്ട് കൺട്രോളർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നീലയും ബാക്കിൽ റെഡ് കളറുമാണ് ലൈറ്റ് കത്തുന്നത്. സോ നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുക. അതിനുശേഷം ത്രോട്ടിലൊന്ന് അപ്പ് ഡൗൺ കൊടുക്കുക. അങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെവലിൽ സർഫസിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ജൈറോ കാലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയാം. സോ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ ബട്ടൺ ഡൗൺ തന്നെ ആയിരിക്കുക. ഈ റൈറ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് താഴത്തേക്ക് ആക്കുക. അപ്പോൾ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് പോകും, കണ്ടോ, ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ കാലിബ്രേറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇത് പൊങ്ങുന്നത്. സോ നമുക്ക് എന്തായാലും ത്രോട്ടിൽ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ കാറ്റും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, നല്ല കാറ്റാണ് ഇത്. നമുക്ക് പുറത്ത് നല്ല കാറ്റുണ്ട്. അപ്പോൾ ഡ്രോൺ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചറൊന്നുമില്ല, ചെറിയ ഡ്രോണുകളായതുകൊണ്ട്. അപ്പോൾ നമ്മൾ മാനുവലി ജോയ്സ്റ്റിക്കിൽ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ നിർത്തണം. എന്നാലും മാത്രമേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. മാക്സിമം ഞാൻ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കാം. ചെറിയ ഡ്രോൺ ആയത് കാരണം കാണാനൊക്കെ ഇത്തിരി പാടായിരിക്കും. ഓക്കെ.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ലോ സ്പീഡ് മോഡലാണെന്ന് തോന്നുന്നു. ഇപ്പം അറിയാൻ പറ്റും സ്പീഡ് ഇത്ര ആണുള്ളത്. ഓ ഓക്കെ, നമുക്കിനി ഹൈ സ്പീഡിലേക്ക് ആക്കി നോക്കാം. ഒരു പ്രാവശ്യം കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലേക്ക് ആവണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം നോക്കാം. ഓക്കെ, ഇപ്പോഴാണ് ഹൈ സ്പീഡിലേക്ക് ആയത്. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തിരി കൂടെ അജയിലായിട്ടുണ്ട്. ഇപ്പോൾ അജയിൽ എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ടുണ്ട് ഇത്രയും കൂടെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫ്ലിപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഡ്രോണിനൊന്ന് സ്റ്റേബിൾ ആക്കി നിർത്തുക. അതിനുശേഷം ഞാൻ പറഞ്ഞ ബട്ടൺ നെക്കിയിട്ട് ഒന്ന് കൺട്രോൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ബാറ്ററി തീരാറാകുമ്പോൾ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു 30 സെക്കൻഡ് എന്തോ നമുക്ക് ടൈമുണ്ട്. ആ ഒരു ഫ്ലൈറ്റ് ടൈമും കൂടെ കിട്ടും. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഡ്രോണിലെ ബാറ്ററി ചാർജ് ചെയ്യാറായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫൺ ലിറ്റിൽ ഡ്രോൺ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഒക്കെ എന്തായാലും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കൂടുതലും ഡിലേ എടുക്കുന്നില്ല. ബാക്കി ബട്ടൺസിനെയും കൂടെ ഞാൻ എന്തായാലും ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെയൊക്കെ 2-3 ബട്ടൺസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ട്രിം ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ഡ്രോണൊക്കെ പുറത്ത് പോകും. ചിലപ്പോൾ പറത്ത് തുടങ്ങി കഴിയുമ്പോൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തന്നെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബട്ടൺ കണ്ടോ, ഈ 2 ബട്ടണിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് ട്രിം ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നടുക്ക് കാണുന്ന ഈ 2 ബട്ടണിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ബട്ടൺ ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് പറഞ്ഞുള്ളത് ഹെഡ്ലെസ് മോഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഹെഡ്ലെസ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രോൺ ഇപ്പോൾ ഇതാണിപ്പോൾ ഫ്രണ്ട് അല്ലേ, ഈ കാണുന്നതാണ് ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇതെങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അതാണ് ഫ്രണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കില്ല പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. കാര്യം അതിൻ്റെ റൈറ്റ് നമ്മുടെ റൈറ്റ് ഇപ്പോൾ വ്യത്യാസമായി. സോ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലെസ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരും. ഹെഡ്ലെസ് മോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കൺട്രോളറിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഇത് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്താലും ഇതിൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് തന്നെ ആയിരിക്കും, ഇങ്ങനെ ഇരുന്നാലും ഒക്കെ സെയിം ആയിരിക്കും. അതാണ് ആ ഒരു ഫംഗ്ഷൻ. സോ എന്തായാലും നമുക്ക് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യാനൊക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇത് നമുക്ക് താഴത്തൊന്ന് ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതെന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ കൺട്രോളർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ ഒരു ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഇതിൽ നമ്മൾ തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ടോട്ടൽ ബട്ടണിൽ തന്നെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചരിക്കും അല്ലേ. അപ്പോൾ അത് ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ പോകുന്ന മൂവ്മെൻറ്റിന് പകരം നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് മോഡിൽ വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ നമ്മൾ ഇതിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ആക്കുക കണ്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകും. അഡ്ജസ്റ്റ് തിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ തിരിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തിരിഞ്ഞു പോകും കണ്ടോ കണ്ടോ. അപ്പോൾ ഇതിൽ ബാക്ക് ഇല്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. ബാക്കിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലേക്ക് വരിക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതിനോട് ഫാസ്റ്റിൽ വേണമെങ്കിൽ പോകുമ്പോൾ നമുക്ക് കൺട്രോൾ പരിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ജോയിസ്റ്റിക്ക് മതി ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ കണ്ടോ. ഇപ്പോൾ ഏകദേശം ഇത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ബാറ്ററി എന്തായാലും തീരാറായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വീഡിയോ എന്തായാലും ഇത് നിർത്താം. സോ അതായിരുന്നു നമ്മുടെ JJRCയുടെ ടെർസെറ്റോ ഡ്രോണിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആയിരുന്നു ഇപ്പോൾ കാണിച്ചത്. റിവ്യൂ അൺബോക്സിങ് കൂടെ ഒരൊറ്റ വീഡിയോയിലായിരുന്നു ആക്കിയത്. അപ്പോൾ ഇതിൽ നമ്മൾ എയർ മോഡും ഗ്രൗണ്ട് മോഡും ഇപ്പോൾ കണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ ഇനിയുള്ളത് വാട്ടർ മോഡാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളമുള്ള ഒരു സ്ഥലം വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാത്തത്. ഇനി എപ്പോഴും കിട്ടണമെങ്കിൽ നോക്കാം. പക്ഷേ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ തറയിൽ കൂടെ ഓടിച്ച പോലെ സെയിം മോഡിൽ തന്നെ ആയിരിക്കും വെള്ളത്തിൽ കൂടെയും പോകുന്നത്. സോ ഇതൊരു ഒരു ഗാഡ്ജറ്റായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ആർട്ടി ഇതായിട്ട് നമുക്ക് എടുക്കാം. വലിയ പ്രൊഫഷണൽ ലെവലൊന്നുമല്ല, ചെറിയൊരു സാധനം, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ടൈം കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ട് ഞാനതിൽ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെന്തായാലും ഒരു ഫോളോ അപ്പ് വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത് എന്തായാലും പറയാം. എന്തായാലും ഈ ഇടയ്ക്ക് തന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരാം. അത് വരത്തേക്കും ബൈ.